നമസ്കാരം. കാലങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ നിന്ന് ആ മോഹൻലാൽ ആരവം മുഴങ്ങുകയാണ്. മോഹൻലാൽ ശോഭന കോംബ വീണ്ടും എത്തുന്ന തുടരും എന്ന ഒരു പ്രീ പബ്ലിസിറ്റിയും ഇല്ലാത്ത, യാതൊരു ഹൈപ്പും ഇല്ലാത്ത ഒരു കൊച്ചു ചിത്രം കണ്ടു കഴിഞ്ഞ് പുറത്തു വരുന്ന ലാലേട്ടൻ ഫാൻസ് ആ ചെറുപ്പക്കാരന് നന്ദി പറയുകയാണ്. കണ്ണുകൊണ്ടും പിരുകം കൊണ്ടും കാൽക്കുഴ കൊണ്ടുമൊക്കെ അഭിനയിക്കുന്ന തങ്ങളുടെ പഴയ ലാലേട്ടനെ തിരിച്ചു തന്നതിന്. ആദ്യ പ്രദർശനത്തിന് ശേഷം എമ്പുരാന്റെ റെക്കോർഡുകൾ തകർത്ത ബുക്ക്മൈ ഷോയിലും മറ്റും വൻ മുന്നേറ്റമാണ് ചിത്രമുണ്ടാക്കുന്നത്. അപ്പോഴും തരുൺ മൂർത്തി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിനയാന്വിതനാവുകയാണ്. പല സംവിധായകർക്കും ലാലേട്ടനെ വച്ച് ചെയ്ത് പാളിപ്പോയത് തരുണിന് സാധിച്ചിരിക്കുകയാണ്. തരുൺ മൂർത്തി ബ്രില്യൻസ് ഉണ്ടായ കഥയാണ് ന്യൂസ് ഇൻ ഡെപ്തിൽ. പൃഥ്വിരാജ് തരുൺ മൂർത്തിയെ കണ്ടുപഠിക്കണമെന്ന മോഹൻലാൽ ഫാൻസ് ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. ഒടിയനും മരക്കാറും മലൈക്കോട്ടെ വാലിബനും ബറോസും ഒക്കെ ഉണ്ടാക്കിയ നാണക്കേടിൽ നിന്ന് ലാലേട്ടനെ കരകയറ്റിയതിന് ആരാധകർ ഈ യുവ സംവിധായകനെ നെഞ്ചിലേറ്റുകയാണ്. IV ശശിക്കും പ്രിയദർശനും സത്യനന്ദിക്കാടിനും സിബി മലയിലിനും ഒക്കെ ശേഷം ഒരു സൂപ്പർ ഡയറക്ടറുടെ പട്ടാഭിഷേകം കൂടിയാണ് ഇവിടെ കാണുന്നത്. ജനപ്രിയ സിനിമയുണ്ടാക്കാൻ 100 ഹെലികോപ്റ്ററും കോടികളുടെ ബജറ്റും ഒന്നും വേണ്ട, നല്ല കഥയും മേക്കിങ്ങും മതിയെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ചുരുങ്ങിയ ബജറ്റിനുള്ളിൽ എടുത്തു വച്ച ഒരു സിനിമയിലെ വിഷ്വലുകൾ കണ്ടാൽ അമ്പരന്ന് പോകും. കാടിന്റെ ചില ദൃശ്യങ്ങളിൽ, ഒരു ഉരുൾപൊട്ടലിന്റെ ചിത്രീകരണത്തിൽ, ഏരിയൽ കട്ട് ഷോട്ടുകളിൽ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ചിത്രം പൊളപ്പൻ തന്നെയാണ്. ഹോളിവുഡ് സ്റ്റൈലാണ്. മോഹൻലാലിന്റെ പെരുങ്കളിയാട്ടമാണ് ചിത്രം. എല്ലാവിധ ഇമോഷൻസിലൂടെയും ആ കഥാപാത്രം കടന്നു പോകുന്നു. മോഹൻലാലും ശോഭനയും ചേരുമ്പോൾ പഴയ വിൻറ്റേജ് ഫീല് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ വിൻറ്റേജ് നൊസ്റ്റാൾജിയ അല്ല ഈ ചിത്രം. അതാണ് ഈ ഡയറക്ടറുടെ ബ്രില്യൻസ്. പോത്തേട്ടൻ ബ്രില്യൻസ് എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഇനി തരുൺ മൂർത്തി ബ്രില്യൻസിന്റെ കാലമാണ്. യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാത്ത കുടുംബത്തിൽ നിന്നാണ് തരുൺ മൂർത്തി വരുന്നത്. സിനിമാ പ്രേമികളുടെ സ്വന്തം വെബ്സൈറ്റായ M3DBയിൽ തരുണിന്റെ ഷോർട്ട് ബയോഡേറ്റ ഇങ്ങനെയാണ് പറയുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് ജനനം. വൈക്കത്തപ്പന്റെ ഭക്തനായ തരുൺ മൂർത്തി തുടരും സിനിമയുടെ തുടക്കത്തിൽ തന്നെ തന്റെ ഇഷ്ടദേവന് നന്ദി പറയുന്നുണ്ട്. വൈക്കം പുളിഞ്ചുവട ആങ്ങിലിക്കടവിൽ മധുവിന്റെയും വിനുവിന്റെയും മകനായി ജനിച്ച തരുൺ 2ാം ക്ലാസ് മുതൽ കഥകളി അഭ്യസിച്ചു തുടങ്ങി. 4ാം വർഷം തന്നെ കഥകളിയിൽ അരങ്ങേറ്റം നടത്തി. കലാമണ്ഡലം ജയപ്രകാശ്, RLV രഘുനാഥ് എന്നിവരാണ് ഗുരുക്കന്മാർ. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ. അവിടുത്തെ കലാപ്രവർത്തനങ്ങൾക്ക് പുറമെ വൈക്കം മനീഷ എന്ന നാടക ക്ലബിന്റെ അംഗം കൂടിയായിരുന്നു തരുണിന്റെ പിതാവ്. നിരവധി അമച്വർ നാടകങ്ങൾ എഴുതി അദ്ദേഹം സംവിധാനം ചെയ്തു. അച്ഛൻ തന്നെയായിരുന്നു കലാരംഗത്ത് തരുണിന്റെ ആദ്യ ഗുരു. കഥകളിക്ക് പുറമെ കുട്ടിക്കാലത്ത് തന്നെ മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ കലാപരിപാടികളിലും സജീവമായിരുന്നതിനാൽ തന്നെ സ്കൂൾ കലോത്സവങ്ങളിലൂടെ തരുൺ ശ്രദ്ധേയനായി. എഴുത്തുകാരനും സംവിധായകനുമായ P. ബാലചന്ദ്രൻ തരുണിന്റെ കലാജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. P. ബാലചന്ദ്രന്റെ ചെണ്ട എന്ന നാടകം തരുണും സംഘവും സ്കൂൾ യുവജനോത്സവ വേദികളിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയിട്ടുണ്ട്. വൈക്കംകാരനായിരുന്നു P. ബാലചന്ദ്രൻ എന്നതും കൊണ്ട് അച്ഛൻ്റെ നാടക പരിചയവുമൊക്കെ P. ബാലചന്ദ്രനിലേക്ക് തരുണിനെ അടുപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. കഥകളി പ്രൊഫഷണലായി അവതരിപ്പിക്കുന്ന തരുൺ കലാമണ്ഡലം ഗോപിയുടെ കൂടെ കഥകളി വേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നും കഥകളി അദ്ദേഹത്തിന് ഹരമാണ്. നേരത്തെ ധന്യാവർമ്മയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ കഥകളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു കഥയെ സിനിമയായി ആലോചിക്കുമോ എന്ന ചോദ്യത്തിന് വാചാലനായാണ് തരുൺ മറുപടി നൽകിയത്. സിനിമയാക്കണം എന്ന് താൻ ആലോചിച്ചിട്ടില്ല, ഇപ്പോൾ അങ്ങനെ ചോദിച്ചാൽ താൻ പറയുക നളചരിതമാണെന്നായിരുന്നു തരുണിന്റെ മറുപടി. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ആഗ്രഹിച്ചെങ്കിലും കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് തരുൺ പൂർത്തിയാക്കിയത്. തുടർന്ന് മാസ്റ്റർ ബിരുദമായ M.Tech നേടി. കഥകളി നടനായതുകൊണ്ട് തന്നെ അഭിനയത്തോടും മോഹമുണ്ടായിരുന്നു. നടനമോഹവുമായി നിരവധി ഓഡീഷനുകളിലും പങ്കെടുത്തു. പലപ്പോഴും ക്ലീൻ ഷേവ് മുഖവുമായാണ് ഓഡീഷന് പോയിരുന്നത്. കഥകളി നടനെ നായകനാക്കാൻ ഞങ്ങൾ വാനപ്രസ്ഥമല്ല എടുക്കുന്നതെന്ന് പറയാതെ പറഞ്ഞവരായിരുന്നു അധികവും. പിന്നീട് താടിയൊക്കെ വളർത്തിയെങ്കിലും നടനെന്ന സ്വപ്നം കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അതോടെയാണ് തരുൺ അധ്യാപന രംഗത്തേക്ക് തിരിയുന്നത്.
തുടർന്ന് കുറച്ചു വർഷം കമ്പ്യൂട്ടർ സയൻസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി അധ്യാപന രംഗത്ത് പ്രവർത്തിച്ചു. പക്ഷെ അപ്പോഴും ഉള്ളിലെ ആഗ്രഹം സിനിമയായിരുന്നു. തിരക്കഥകളൊക്കെ എഴുതി ഷോർട്ട് ഫിലിമുകളുമായാണ് അദ്ദേഹം വിഷ്വൽ മേഖലയിൽ കാലൂന്നുന്നത്. തുടർന്ന് പരസ്യ ചിത്രങ്ങൾ നിർമ്മിക്കാനായി സ്വന്തം കമ്പനിക്ക് തുടക്കമിട്ടു. മറ്റ് സിനിമാ സംവിധായകരെ അസിസ്റ്റ് ചെയ്യാതെയാണ് തരുൺ വളർന്നത്. ശരിക്കും ഏകലവ്യനെ പോലെ. കോളേജ് അധ്യാപികയായ രേവതി റോയാണ് തരുണിൻ്റെ ജീവിത പങ്കാളി. ഒരു മകനുമുണ്ട്. തുടരും സെറ്റിൽ ഉണ്ടായ ഒരു അനുഭവവും തരുൺ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്. ലാലേട്ടൻ ഒരിക്കൽ ചോദിച്ചു, തരുൺ തുടങ്ങിയത് ആരോടൊപ്പമാണ്, ആഷിക്കിനൊപ്പമാണോ എന്ന്. അതിന് തരുണിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ സ്വന്തമായി പഠിച്ചു വന്നതാണ്. ലാലേട്ടൻ്റെ സിനിമകൾ മാത്രമേ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളൂ. അച്ഛനും അമ്മയും ലാലേട്ടൻ്റെ കടുത്ത ഫാൻസായിരുന്നു. അവർ കാണുന്ന പ്രിയൻ സാറിൻ്റെയും സത്യൻ സാറിൻ്റെയും സിനിമകളിലെ നായകൻ ലാലേട്ടനായിരുന്നു. അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞ് ആദ്യം കണ്ട സിനിമ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു ആണ്. അവരുടെ ജീവിതം തുടങ്ങുന്നതേ അവിടെ നിന്നാണ്. പിന്നെ അവർ കാണുന്ന സിനിമകളെല്ലാം ഇത്തരത്തിലുള്ളതായിരുന്നു. സത്യത്തിൽ ഞാൻ സിനിമ പഠിച്ചത് ലാലേട്ടൻ്റെ സിനിമകൾ കണ്ടിട്ടാണ്. അത് കേട്ട് അദ്ദേഹം കുറെ ചിരിച്ചുവെന്നും തരുൺ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പിന്നീട് കുറച്ചുകൂടി സിനിമയെ മനസ്സിലാക്കിയപ്പോഴാണ് സിനിമയിൽ മറ്റ് നടന്മാരൊക്കെ ഉണ്ട്, ഇങ്ങനെയാണ് സിനിമ എന്നൊക്കെ മനസ്സിലായത്. സ്കൂളിൽ പോയി നാടകങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ തങ്ങളുടെ ഗ്യാങ്ങിന് സമ്മാനവും കിട്ടുമായിരുന്നു. അപ്പോൾ അധ്യാപകർ ഇടയ്ക്ക് പറയും, ഇവർ മോഹൻലാൽ പ്രിയദർശൻ ഗ്യാങ്ങിനെ പോലെ ഇടയ്ക്ക് ഒരു ഗ്യാങ് ആയി വരും. പിന്നീട് അവർ ചെയ്ത ഷോർട്ട് ഫിലിമുകളാണ് ഓപ്പറേഷൻ ജാവ എന്ന പടത്തിലേക്ക് തരുണിന് അവസരം നൽകിയത്. ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ സംവിധായകനാണ് തരുൺ. കോവിഡ് കാലത്തിന് ശേഷം 2021 ഫെബ്രുവരി 12 റിലീസ് ചെയ്ത ചിത്രം തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. തരുൺ മൂർത്തി തന്നെ എഴുതിയ ചിത്രം ടീസർ പുറത്തുവിട്ടപ്പോൾ തന്നെ ട്രെൻഡിംഗ് ആയിരുന്നു. ലോകമെമ്പാടുമുള്ള താൽക്കാലിക ജോലിക്കാർക്കാണ് ചിത്രം സമർപ്പിച്ചിരിക്കുന്നത്. സൈബർ സെല്ലിൽ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർക്കൊപ്പം പ്രവർത്തിക്കുന്ന 2 താൽക്കാലിക ജീവനക്കാരുടെ കഥയായിരുന്നു അത്. ബാലു വർഗീസും ലുക്മാനും മുഖ്യവേഷങ്ങളിൽ എത്തിയ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇത് മേക്കിങ്ങിലും എഡിറ്റിങ്ങിലും മാത്രമല്ല, കഥയിലും ചിത്രം പുതുമയുള്ളതായിരുന്നു. താരങ്ങളില്ലാത്ത സിനിമയിൽ ഓരോ നടന്മാരും അവരുടെ സ്വതസിദ്ധമായ അഭിനയത്തിലൂടെ ഏറ്റവും ജൈവികമായൊരു അനുഭവം പ്രേക്ഷകർക്ക് പകർന്നു നൽകി. ഇർഷാദ് അലി, ബിനു പപ്പു, പ്രശാന്ത് അലക്സാണ്ടർ, വിനായകൻ, ധന്യ, അനന്യ, വിനീത കോശി, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തവർ പോലും ഓർമ്മിക്കപ്പെട്ടു. തൊഴിൽ തട്ടിപ്പ്, ഓൺലൈൻ പണത്തട്ടിപ്പ്, ഫിലിം പൈറസി, ഹണി ട്രാപ്പ് തുടങ്ങി വാർത്തകളിൽ നിരന്തരം ഇടം പിടിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ സങ്കീർണതയിലേക്കാണ് ഓപ്പറേഷൻ ജാവ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിച്ചത്. ആശ്രിത നിയമനവും സ്വജനപക്ഷപാതവും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളും തുടർക്കഥയാകുന്ന ഇന്ത്യൻ വ്യവസ്ഥയിൽ സമകാലിക പ്രസക്തിയുള്ള സിനിമ എന്ന നിരൂപകർ ചിത്രത്തെ വാഴ്ത്തി. ചിത്രം സാമ്പത്തികമായും വിജയിച്ചു. തുടർന്നെടുത്ത സൗദി വെള്ളയ്ക്ക എന്ന ചിത്രവും തികച്ചും സാമൂഹിക പ്രസക്തിയുള്ളതായിരുന്നു. ഇന്ത്യൻ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളെക്കുറിച്ചാണ് ചിത്രം പറഞ്ഞത്. അന്തമില്ലാത്ത കോടതി ഇടപാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് കേസുകളുടെ കൂട്ടത്തിലേക്കാണ് കൊച്ചി ചെല്ലാനത്തിന് സമീപമുള്ള സൗദി പ്രദേശത്ത് നിന്ന് ആയിഷ റാവുത്തർ എന്ന പ്രായമായ സ്ത്രീയുടെ കേസ് എത്തുന്നത്. ഈ ചിത്രത്തിനും നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും കിട്ടി. ഇതേ ചിത്രമാണ് തരുൺ മൂർത്തിയെ തുടരും എന്ന സിനിമയിലേക്ക് എത്തിക്കുന്നതും. സൗദി വെള്ളയ്ക്ക കണ്ട ഇഷ്ടപ്പെട്ട പ്രൊഡ്യൂസർ രഞ്ജിത്താണ് തരുൺ മൂർത്തിയെ വിളിക്കുന്നത്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി സിനിമകൾ നിർമ്മിക്കുന്ന രഞ്ജിത്തിന്റെ രജപുത്ര ഫിലിംസ് മലയാളത്തിന് ഒരുപാട് ഹിറ്റ് സിനിമകൾ നൽകിയ പ്രൊഡക്ഷൻ ഹൗസാണ്. ലാലേട്ടന് വേണ്ടി KR സുനിൽ എഴുതിയ കഥയാണ് എന്ന് പറഞ്ഞപ്പോൾ തരുണിന് ടെൻഷൻ ഏറെയായിരുന്നു. ലാലേട്ടൻ്റെ ഫാൻ ബോയ് ആയ താൻ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമായി തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേടി. കഥ ഇഷ്ടപ്പെടണേ എന്ന പ്രാർത്ഥനയുമായാണ് പോയത്. പക്ഷേ പ്രൊഡ്യൂസർ രഞ്ജിത്ത് പറഞ്ഞ കഥ തരുണിനും ഇഷ്ടമായി. പിന്നീട് തരുണും സുനിലും കൂടി ഇരുന്ന് ഡെവലപ്പ് ചെയ്താണ് ഈ രീതിയിലുള്ള തുടരും ഉണ്ടാകുന്നത്. ഒരു ഫോട്ടോഗ്രാഫർ കൂടിയായ സുനിൽ തൻ്റെ യാത്രക്കിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ 2 പേർ നിൽക്കുന്ന ഒരു രംഗത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതായിരുന്നു ഈ കഥ. ഇതിലും ഒരു സാമൂഹിക പ്രസക്തമായ വിഷയം തരുൺ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടറിയുക. തുടരുമെന്ന സിനിമയ്ക്ക് വേണ്ടി 74 ദിവസങ്ങളാണ് മോഹൻലാൽ നൽകിയത്.
ഫാൻ ബോയ് ആയ തരുണിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു അത്. തരുണിനേക്കാൾ വലിയ ലാൽ ഫാൻ ആണ് പ്രൊഡ്യൂസറായ രഞ്ജിത്ത്. ലാലേട്ടനൊപ്പം ചിലവഴിക്കാൻ കിട്ടുന്ന ഓരോ സമയവും അദ്ദേഹം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ചിത്രീകരണത്തിനിടെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം തരുൺ മൂർത്തി പറയുന്നത് ഇങ്ങനെയാണ്. ട്രെയിലറിൽ കാണുന്ന ലാലേട്ടൻ തോള് ചരിച്ച നടന്നു പോകുന്ന സീൻ എടുത്തപ്പോൾ താൻ പറഞ്ഞു, ലാലേട്ട കുറച്ചുകൂടി തോള് ചരിക്കണം. ലാലേട്ടൻ പറഞ്ഞു, മോനെ എൻ്റെ തോള് ഓൾറെഡി ചരിഞ്ഞാണ് ഇരിക്കുന്നത്, ഇനിയും ചരിക്കണോ എന്ന്. അപ്പോൾ തരുൺ പറഞ്ഞു, ബാക്ക് ഷോട്ടാണ്, കുറച്ചുകൂടി ചരിഞ്ഞാൽ കൊള്ളാം. ലാലേട്ടൻ പറഞ്ഞു, ചരിക്കാം. ഒരു ഫാൻ ബോയിയുടെ ഏറ്റവും എക്സൈറ്റിംഗ് മൊമെന്റ് ആ തോള് ചരിഞ്ഞുള്ള നടത്തമായിരുന്നു എന്നാണ് തരുൺ അഭിമാനപൂർവ്വം പറയുന്നത്. ലാലേട്ടനെ വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ എളുപ്പമാണെന്നും തരുൺ പറയുന്നുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ച നല്ല ഐഡിയയോടെയാണ് അദ്ദേഹം വരുന്നത്. കഥാപാത്രത്തിൻ്റെ ഇമോഷനും കണ്ടിന്യൂറ്റിയും ഒക്കെ അദ്ദേഹം തന്നെ നോക്കിക്കോളും. മോഹൻലാലിനോട് കഥ പറയുമ്പോൾ സിനിമയ്ക്ക് പേരില്ലായിരുന്നു. തുടരുമെന്ന പേരിൻ്റെ പോസ്റ്റർ റിലീസും എമ്പുരാൻ കാരണം വൈകിയിരുന്നു. സമയമുള്ളത് കൊണ്ട് വേറെ പേര് നൽകണോ എന്ന് പ്രൊഡ്യൂസർ രഞ്ജിത്ത് ചോദിച്ചു. ഇടയ്ക്ക് വിൻറ്റേജ് എന്ന പേര് വന്നു, പക്ഷേ തുടരും മതി എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ആ പേര് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. ഇതുപോലത്തെ നിരവധി അനുഭവങ്ങൾ ചിത്രത്തിൽ തരുണിന് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് തന്നെ എമ്പുരാനുമായിട്ടായിരുന്നു തരുണിൻ്റെ കോംബോ. എമ്പുരാൻ സിനിമയ്ക്ക് മുൻപേ ഇറങ്ങും എന്ന് കരുതിയാണ് തുടരും ഷൂട്ടിംഗ് തുടങ്ങിയത്. മോഹൻലാൽ രണ്ടിലും ഏകദേശം ഒരേ സമയത്താണ് അഭിനയം തുടങ്ങിയത്. എമ്പുരാന് ബ്രേക്ക് ആകുമ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യും. ഒരു കഥാപാത്രത്തിൽ നിന്ന് അടുത്തതിലേക്ക് കയറാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നുവെന്ന് തരുൺ മൂർത്തി പറയുന്നുണ്ട്. എമ്പുരാൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ ഖുറൈഷിയായി ഹെലികോപ്റ്ററിൽ പായുന്ന മോഹൻലാൽ ഇവിടെ എത്തുമ്പോൾ ബെൻസ് എന്ന സാധാരണക്കാരനാകും. ഒരു ഷർട്ടും മുണ്ടും വാച്ചും ധരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഷൺമുഖനായി. ലാലേട്ടന് ഈ ട്രാൻസ്ഫോർമേഷൻ വളരെ എളുപ്പമാണ് എന്നാണ് തരുൺ പറയുന്നത്. പക്ഷേ എമ്പുരാൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ താൻ പേടിച്ചു പോയെന്ന വസ്തുതയും തരുൺ മൂർത്തി മറച്ചു വയ്ക്കുന്നില്ല. ദൈവമേ, ഇതൊക്കെ കണ്ടിട്ടാണല്ലോ പ്രേക്ഷകർ നമ്മുടെ പടവും കാണാൻ പോകുന്നത് എന്നായിരുന്നു തരുൺ ഓർത്തത്. ഇപ്പോഴിതാ കോടികളുടെ ബജറ്റും ഹെലികോപ്റ്ററിൻ്റെ പളപ്പുമൊക്കെയായി ഇറങ്ങിയ എമ്പുരാനെ പോലും വെട്ടിച്ച പറയത്തക്ക യാതൊരു പബ്ലിസിറ്റിയും ഇല്ലാതെ ഇറങ്ങിയ ഈ ഒരു കൊച്ചു ചിത്രം കുതിക്കുകയാണ്. തരുൺ മൂർത്തി എന്ന ചെറുപ്പക്കാരനിൽ നിന്ന് മലയാള സിനിമയ്ക്ക് ഇനിയും ഒരുപാട് കിട്ടേണ്ടതുണ്ട്.